ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സ്മാർട്ടിൽ ബിൽഡിംഗ് ലിങ്ക് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇന്നിവിടെ നോക്കുന്നത്. വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രോസസ്സിൽ മാറ്റം വന്നതുകൊണ്ടാണ് പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ബിൽഡിംഗ് ലിങ്ക് ചെയ്യുക വഴി കെ സ്മാർട്ടിൽ നിന്നും ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 9ഓളം സർട്ടിഫിക്കറ്റുകൾ ലഭിക്കും. ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ്, ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, റെസിഡൻസ് സർട്ടിഫിക്കറ്റ്, ബിൽഡിംഗ് ഏജ് സർട്ടിഫിക്കറ്റ്, ടാക്സ് സർട്ടിഫിക്കറ്റ്, ടാക്സ് ഡ്യൂ സർട്ടിഫിക്കറ്റ്, ഫങ്ഷണാലിറ്റി സർട്ടിഫിക്കറ്റ്, ഏരിയ സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഏതാണ്ട് 9ഓളം സർട്ടിഫിക്കറ്റുകളാണ് ബിൽഡിംഗ് ലിങ്ക് ചെയ്യുക വഴി നമുക്ക് ലഭിക്കുന്നത്. കെ സ്മാർട്ടുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ കെ സ്മാർട്ട് എന്ന പ്ലേലിസ്റ്റിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്രോസസ്സുകൾ മാത്രമടങ്ങിയ വീഡിയോകളാണ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കെ സ്മാർട്ടിൽ ബിൽഡിംഗ് ലിങ്ക് ചെയ്യുന്ന പ്രോസസ്സ് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഡോക്യുമെൻറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്തായിരുന്നു ചെയ്യേണ്ടുന്നത്. വെബ് പോർട്ടലിൽ ചെയ്യുന്ന പ്രോസസ്സുകളൊക്കെ കെ സ്മാർട്ടിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനിലും ചെയ്യാവുന്നതാണ്. പ്രോസസ്സുകൾ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. കെ സ്മാർട്ടിൽ ബിൽഡിംഗ് ലിങ്ക് ചെയ്യുന്ന ബിൽഡിംഗ് ഉടമ നിർബന്ധമായും ഉടമയുടെ ആധാറോ മറ്റ് രേഖകളോ ഉപയോഗിച്ച് രജിസ്ട്രേഷൻ എടുത്ത് ലോഗിൻ ചെയ്താണ് ചെയ്യേണ്ടുന്നത്. എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതിൻ്റെ വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സിറ്റിസൺ ലോഗിൻ വഴി മൊബൈൽ OTP കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പ്രോസസ്സുകളൊന്നും കെ സ്മാർട്ടിൽ ചെയ്യാത്ത ഒരു അക്കൗണ്ടിൽ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും കാണിക്കുക. ഇവിടെ നമുക്ക് ന്യൂ ആപ്ലിക്കേഷൻ ആദ്യം എടുക്കണം. അതിനുശേഷം പ്രോപ്പർട്ടി ടാക്സ് എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ അസസ്മെൻറ്റ് സർവീസ് കാണാം. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ ലിങ്ക് മൈ ബിൽഡിങ്ങും എന്നും കാണാം. അങ്ങനെ ലിങ്ക് മൈ ബിൽഡിങ്സിൽ പ്രസ് ചെയ്താൽ ഇവിടെ സ്മാർട്ട് സെർച്ചും ഉണ്ട്, അഡ്വാൻസ്ഡ് സെർച്ചും ഉണ്ട്. സ്മാർട്ട് സെർച്ച് ബിൽഡിംഗ് നമ്പരും ഒക്കെ ഉപയോഗിച്ച് സെർച്ച് ചെയ്യുന്നതാണ്. അതിനൊക്കെയും സൗകര്യപ്രദം അഡ്വാൻസ്ഡ് സെർച്ചാണ്. ഇവിടെ നമ്മൾ ആദ്യം ജില്ല തിരഞ്ഞെടുക്കണം. അതിനുശേഷം ലോക്കൽ ബോഡി, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ തന്നെയാണ്. ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. ഇതിലേത് തിരഞ്ഞെടുത്താലും എല്ലാത്തിനും ഒരേ പ്രോസസ്സ് തന്നെയാണ്. നേരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള വീഡിയോകൾ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് ഗ്രാമപഞ്ചായത്ത് വന്നപ്പോൾ അതിൽ ഗ്രാമപഞ്ചായത്തിനുള്ള പ്രോസസ്സ് ചെയ്യുമോ എന്ന് പലരും ചോദിച്ചിരുന്നു. അതിൻ്റെ ആവശ്യമില്ല, എല്ലാവർക്കും ഒരേ പ്രോസസ്സ് തന്നെയാണ്. ഞാനിവിടെ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം ലോക്കൽ ബോഡി നെയിം, ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോക്കൽ ബോഡി എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് അത് തിരഞ്ഞെടുക്കുക. അതിനുശേഷം വാർഡ് ഇയർ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റാണ് അവിടെ വരുന്നത്. വാർഡ് പുനഃക്രമീകരണത്തിൻ്റെ ഭാഗമായി ഏറ്റവും അവസാനം വന്ന അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ലേറ്റസ്റ്റ് തന്നെ അങ്ങ് തിരഞ്ഞെടുത്ത് കൊടുത്താൽ മതി. 2013 വന്നിരിക്കുന്നത്. അവിടെ മാറ്റമൊന്നും വരുത്തേണ്ട കാര്യമില്ല. തുടർന്ന് വാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങളുടെ വാർഡ് ഏതാണെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്ത് കൊടുക്കുക. അതിനുശേഷം ഡോർ നമ്പർ കൊടുത്ത് മാത്രം കൊടുത്താൽ മതി. അവിടെ ഡോർ നമ്പർ ഓട്ടോമാറ്റിക് അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ഡോർ നമ്പർ, വീട്ടു നമ്പർ അതാണ് ഉദ്ദേശിക്കുന്നത്. ആ വീട്ടു നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ് നമ്പർ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം തൊട്ട് അവിടെ സെർച്ച് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് ഉടമയുടെ പേരും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കാണിക്കുന്നതാണ്. ഇവിടെ വലത് സൈഡിലായിട്ട് ഒരു കണ്ണിൻ്റെ പിക്ചർ കാണാം. ആ കണ്ണിൻ്റെ പിക്ചറിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് താഴോട്ട് നമ്മൾ നേരത്തെ കൊടുത്തതും ആയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് വരുന്നതാണ്. ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ താഴെ വന്ന് വീണ്ടും പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയാൽ മതി. തുടർന്ന് ഡേറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും അവിടെ നമുക്ക് ലിങ്ക് ഓണർ എന്നൊരു ലിങ്ക് കാണാം. പക്ഷേ അതിനോട് ചേർന്ന് ഒരു മൊബൈൽ നമ്പർ വന്നിട്ടുണ്ട്. ഓണറുടെ മൊബൈൽ നമ്പറാണ്. ഇവിടെ ഇത് തെറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മൊബൈൽ നമ്പർ അവസാനത്തെ 4 ഡിജിറ്റേ വന്നിട്ടുള്ളെങ്കിലും ഇത് കറക്റ്റായിട്ടുള്ള മൊബൈൽ നമ്പർ അല്ല. കാരണം ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറാണ് ഇവിടെ വരേണ്ടുന്നത്. പക്ഷേ ഇവിടെ ശരിയായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുത്തു വന്നിട്ടുള്ളവർക്ക് ഇങ്ങനെ ആയിരിക്കത്തില്ല പ്രോസസ്സ്. ഇവിടെ ശരിയല്ലാത്തതുകൊണ്ട് നമുക്ക് ലിങ്ക് ഓണറിൽ പ്രസ് ചെയ്യുമ്പോൾ ശരിയായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുവാൻ ഒരു പോപ്പപ്പ് വിൻഡോ വരികയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഓക്കെ കൊടുക്കുകയാണ്. തുടർന്ന് നമുക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ശരിക്കുള്ള ഓണറുടെ മൊബൈൽ നമ്പർ, ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുവാനുള്ളൊരു കോളമുണ്ട്. ഇവിടെ ഓണറുടെ മൊബൈൽ നമ്പറും ആധാറും ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്താണ് വന്നത്. എന്നിട്ടും ഇങ്ങനെയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും ഇങ്ങനെ കാണിക്കണമെന്നില്ല. അതിനുശേഷം ആ മൊബൈൽ ശരിയായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം അവിടെ ഫെച്ച് ഡേറ്റ എന്നൊരു ലിങ്ക് കാണാം. ആ ഫെച്ച് ഡേറ്റയിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ തൊട്ട് താഴെ ആധാറിൽ അവിടെ നമുക്ക് എഴുതി കാണിക്കും ഓണർ ഡീറ്റെയിൽസ് ആർ ഫെച്ച്ഡ് ഫ്രം കെ സ്മാർട്ട് പ്രൊഫൈൽ എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതിനുശേഷം തൊട്ട് താഴെ ഓണറുടെ ആധാറിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ ഡീറ്റെയിൽസ് താഴെ വരുന്നതും ആധാർ നമ്പർ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവിടെ വലത് സൈഡിലായി അപ്ഡേറ്റ് എന്നുള്ളൊരു ലിങ്ക് കാണാം. അപ്ഡേറ്റിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മുകളിൽ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി കാണിക്കുന്നതും
ഇവിടെ ഓണർ പ്രൊഫൈൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ലിങ്ക് ഓണറിൽ പ്രസ് ചെയ്ത് താഴെ വന്ന് പ്രൊസീഡിൽ പ്രസ് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ബിൽഡിങ്ങിന് ഒന്നിലധികം ഓണർമാരുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ആ ഓണർമാരുടെ ഒക്കെ ഡീറ്റെയിൽസ് ഇതുപോലെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ ഇപ്പോൾ ഈ ബിൽഡിങ്ങിന് ഒരു ഓണർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ആളിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് നോ നീഡ് ടു അപ്ലോഡ് ഓണേഴ്സ് നെയിം ആൻഡ് ദ നെയിം ഇൻ ദ ഡോക്യുമെൻറ്റ്സ് ആർ സെയിം. അതായത് നമ്മുടെ ഡോക്യുമെൻറ്റ്സിലും ആധാറിലും ഒക്കെ നെയിം ഒന്ന് തന്നെയാണെങ്കിൽ, ഓണറുടെ നെയിമിന് വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ അവിടെ ഡോക്യുമെൻ്റ് യാതൊന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടുന്നവർക്ക് 5 MB താഴെയുള്ള PDF ഫോർമാറ്റിലുള്ള ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ ഡേറ്റും ഒക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്യണം. അങ്ങനെയുള്ളവർ 1 and same സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം നമുക്കൊരു പ്രിവ്യൂ ലഭിക്കുന്നതാണ്. ഇവിടെയും നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള സൗകര്യമുണ്ട്. അതിനുശേഷം താഴോട്ട് വന്നതിന് ശേഷം നമുക്കിവിടെ KYC വെരിഫൈഡ് എന്ന് കാണിച്ചിരിക്കുന്നത് കാണാം. നമ്മൾ ആദ്യം ചെയ്ത ആധാർ വെരിഫിക്കേഷനാണ് ഈ KYC വെരിഫിക്കേഷൻ. അതിനുശേഷം താഴെ വന്ന് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കൊരു ഡിക്ലറേഷനാണ്. അവിടെ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് ഐ അഗ്രി കൊടുത്തതിന് ശേഷം വീണ്ടും പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന ഉടമയുടെ പേരും മൊബൈൽ നമ്പരും അവിടെ കാണിക്കുന്നതാണ്. ആ മൊബൈൽ ഗെറ്റ് OTP കൊടുത്ത് ആ മൊബൈലിലേക്ക് വരുന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ചെയ്യുകയാണ് വേണ്ടുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒന്നിലധികം ഓണർമാരുണ്ടെങ്കിൽ അവരുടെ എല്ലാം പേരുകൾ ഇവിടെ കാണിക്കുകയും ആധാർ നമ്പരും മൊബൈൽ നമ്പരും അവരുടെ എല്ലാം കാണിക്കുകയും ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കാണിക്കുകയും അതെല്ലാം വെരിഫൈ ചെയ്ത് കൊടുക്കുകയും വേണം. ഇവിടെ ഒറ്റ ഓണർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ആ മൊബൈൽ നമ്പർ മാത്രം വെരിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും താഴെ വന്ന് നമുക്ക് സബ്മിറ്റ് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇതോടെ ഈ ഒരു പ്രോസസ്സ് ഇവിടെ അവസാനിക്കുന്നതാണ്. ഇവിടെ മോറിൽ പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ റെസിപ്റ്റൊക്കെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് എടുക്കുകയോ സേവ് ചെയ്ത് സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതുമാണ്. തുടർന്ന് നമ്മൾ ആപ്ലിക്കൻ്റ് ഹോം പേജിൽ വന്നതിന് ശേഷം മൈ ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം വീണ്ടും പ്രോപ്പർട്ടി ടാക്സ് എടുത്താൽ നമ്മൾ ഇപ്പോൾ കൊടുത്ത അപേക്ഷ അവിടെ അപ്ലൈഡ് എന്ന് കാണിക്കുന്നതും വ്യൂ ചെയ്യാനും അതിൻ്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്ത് നോക്കുവാനും ഒക്കെ സാധിക്കുന്നതുമാണ്. ഇങ്ങനെ അപേക്ഷിച്ച ശേഷം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിൽ അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ ബിൽഡിംഗ് ലിങ്ക് ചെയ്ത് ലഭിക്കുകയുള്ളൂ. പെട്ടെന്ന് വേണമെന്നുള്ളവർ ഇത് ഇങ്ങനെ അപേക്ഷിച്ചതിന് ശേഷം തദ്ദേശ സ്ഥാപനത്തിൽ നേരിട്ട് ചെന്ന് പറയണം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണം. ഞാനിവിടെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ലോഗിൻ ചെയ്ത് മൈ ആപ്ലിക്കേഷൻ എടുത്ത് പ്രോപ്പർട്ടി ടാക്സ് എടുത്തപ്പോൾ അപ്രൂവ്ഡ് എന്ന് കാണിക്കുകയുണ്ടായി. അതുപോലെ അവിടെ ബിൽഡിംഗ് ഉടമയുടെ ലോഗിനിൽ തന്നെ മൈ ബിൽഡിങ്സ് കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. ഇതിൻ്റെ അടയ്ക്കേണ്ട തുക അവിടെ കാണിക്കുന്നുണ്ട്. അതുവഴി വേണമെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താം. വ്യൂവിൽ പ്രസ് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും സാധിക്കും. ഇവിടെ വ്യൂവിൽ പ്രസ് ചെയ്താൽ ബിൽഡിംഗ് ID ഡീറ്റെയിൽസ്, അസസ്മെൻറ്റ് ഡീറ്റെയിൽസ്, നമ്മൾ എത്ര ടാക്സ് അടച്ചിട്ടുണ്ട് അത് സംബന്ധമായ ഡീറ്റെയിൽസൊക്കെ അറിയുവാൻ സാധിക്കും. ഓണറുടെ ഡീറ്റെയിൽസ് അറിയുവാൻ സാധിക്കും. അഡ്രസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അതുപോലെ ടാക്സ് എക്സംപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതുപോലെ തന്നെ റവന്യൂ റിക്കവറിയോ മറ്റ് കോർട്ട് സ്റ്റേ ഓർഡറോ മറ്റോ ഉണ്ടെങ്കിൽ അതറിയാൻ പറ്റും. അത് നേരത്തെ ചോദിച്ചിരുന്നതാണ് കമൻറ്റിൽ. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എങ്ങനെ അറിയുമെന്ന്, അതൊക്കെ ഇവിടെ അറിയുവാൻ സാധിക്കും. വീണ്ടും നമ്മൾ മൈ ബിൽഡിങ്സ് എടുത്താൽ അവിടെ താഴെയായിട്ടൊരു ഡൗൺലോഡ് സിമ്പൽ കാണാം. ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് കാണാം. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ നേരത്തെ വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞ ആ സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നൊരു സർട്ടിഫിക്കറ്റാണിത്. ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ്, ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ടാക്സ് സർട്ടിഫിക്കറ്റ്, ബിൽഡിംഗ് ഏജ് സർട്ടിഫിക്കറ്റ്, ടാക്സ് ഡ്യൂ സർട്ടിഫിക്കറ്റ്, ഏരിയ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സർട്ടിഫിക്കറ്റാണ് ഇത്. കൂടാതെ ടാക്സ് സർട്ടിഫിക്കറ്റ്, ഫങ്ഷണാലിറ്റി സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ആവശ്യങ്ങൾക്കും ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. വീണ്ടും ഹോം പേജിൽ വന്നതിന് ശേഷം ന്യൂ ആപ്ലിക്കേഷൻ എടുത്ത് പ്രോപ്പർട്ടി ടാക്സ് എടുത്തതിന് ശേഷം വലത് സൈഡിലായി സർട്ടിഫിക്കറ്റ്സ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് എടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ബിൽഡിംഗ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ പ്രസ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് നേരത്തെ. അതുപോലെ തന്നെ എടുത്ത് പ്രോപ്പർട്ടി ടാക്സ് എടുത്ത് സർട്ടിഫിക്കറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നൊരു ലിങ്ക് കൂടി കാണാം. ഈ റെസിഡൻസ് സർട്ടിഫിക്കറ്റിന് എങ്ങനെ അപേക്ഷിക്കാമെന്ന വീഡിയോ ഇതിനോടകം ചാനലിൽ ലഭ്യമാണ്. ഇവിടെ ലിങ്ക് കൊടുത്തിരിക്കാം. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.